പണ്ട് മൃഗണ്ടു എന്നൊരു മുനിയുണ്ടായിരുന്നു. മഹാശിവ ഭക്തനായ ഇദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സന്തതിയുണ്ടായില്ല. പല വിധത്തിലുള്ള വഴിപാടുകളും നേർച്ചകളും ചെയ്തിട്ടും ഒരു കുഞ്ഞിക്കാലു കാണാൻ ഭാഗ്യമുണ്ടായില്ല. ഒടുവിൽ ശ്രീ പരമേശ്വരനെ തപസ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ ശിവൻ പ്രത്യക്ഷനായി. ഭക്ത, ഞാൻ സന്തുഷ്ടനാണ്. നിനക്ക് ഒരു പുത്രനെ നൽകാം, പക്ഷേ തിരഞ്ഞെടുക്കൂ. 16 വയസ്സുവരെ മാത്രം ജീവിക്കുന്ന ഒരു ഉത്തമ ഗുണങ്ങൾ നിറഞ്ഞ പുത്രനോ, അല്ലെങ്കിൽ ദീർഘായുസുള്ള ഒരു ദുരാചാരിയോ? മൃഗണ്ടു മുനി ചിന്തിച്ചെങ്കിലും ഒരു നിമിഷം പോലും താമസിയാതെ ഉത്തരം പറഞ്ഞു. ഭഗവാനെ, നല്ല ഗുണമുള്ള ഒരു പുത്രൻ മതിയാകട്ടെ. അവൻ ചെറിയ ആയുസ്സോടെ ആയാലും നല്ലൊരു സൽപുത്രൻ ജനിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് കാലത്തെ തപസ്സിൽ സംപ്രീതനായിത്തീർന്ന ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകി അനുഗ്രഹിച്ചു മറഞ്ഞുപോയി. അദ്ദേഹം അതീവ സന്തോഷത്തോടെ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അദ്ദേഹം ആശ്രമത്തിലെത്തി നടന്ന സംഭവങ്ങളെല്ലാം തന്റെ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഉത്തമ പുത്രന് ജന്മം നൽകി. ജനിച്ചപ്പോൾ തന്നെ അതീവ തേജസ്വിയായ ആ ബാലന് മാർക്കണ്ഡേയൻ എന്നു പേരിട്ടു. അവന്റെ രൂപവും പ്രകൃതിയും അതീവ തേജസ്സോടുകൂടിയുള്ളതായിരുന്നു. അദ്ഭുത തേജസ്സോടു കൂടിയ ബാലൻ അതീവ സുന്ദരനും സൽസ്വഭാവിയും ആയിരുന്നു. മാതാപിതാക്കളോടുള്ള കുട്ടിയുടെ പെരുമാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം സുന്ദരവും കരുണ നിറഞ്ഞതുമായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ ശിവനോടുള്ള ഭക്തി അവന്റെ ഉള്ളിൽ വേരിറച്ചു. അതിന്റെ കൂടെ വേദപഠനത്തിലും ജ്ഞാനത്തിലും അപാരമായ പാണ്ഡിത്യം അവൻ സ്വന്തമാക്കി. ഗുരുക്കന്മാർ പോലും അവനെ നോക്കി അത്ഭുതപ്പെട്ടു. നിത്യവും ഭഗവാന് പൂജ നടത്തുക എന്നത് അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വേദശാസ്ത്രങ്ങളിൽ അപാര പാണ്ഡിത്യം നേടി. ഗുരുജനങ്ങൾക്കെല്ലാം അവന്റെ ബുദ്ധിയിലും പാണ്ഡിത്യത്തിലും വളരെ അഭിമാനം തോന്നി. ജഗത്തിലെ ജീവിതം ഈശ്വരോന്മുഖമാക്കിയാൽ മാത്രമേ അതിന് അർത്ഥമുള്ളൂവെന്നും ഇന്ദ്രിയ സുഖങ്ങൾക്ക് പിന്നാലെ പോകുന്നവനും ധനം മോഹിച്ചു പാപങ്ങളി ചെയ്യുന്നവരും വാസ്തവത്തിൽ അധമജന്മത്തിന്റെ അന്ധകാരത്തിൽ അകപ്പെടുന്നുവെന്നും അദ്ദേഹം ചിന്തിച്ചു. വേദപഠനത്തിലും ജ്ഞാനത്തിലും അപാരമായ പാണ്ഡിത്യം അവൻ സ്വന്തമാക്കി. ഗുരുക്കന്മാർ പോലും അവനെ നോക്കി അത്ഭുതപ്പെട്ടു. സ്വയമേ അവന്റെയുള്ളിൽ അത്ഭുതമായ ശക്തികൾ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. ചിന്തിക്കാനുള്ള കഴിവും മറ്റുള്ളവരോടുള്ള അവന്റെ സ്നേഹവും കാരുണ്യവും സഹജീവികളിൽ അത്ഭുതം നിറച്ചിരുന്നു. അപൂർവമായി കിട്ടിയ മനുഷ്യജന്മത്തെ അമൃതതുല്യമാക്കി മാറ്റാൻ പരമ്പൊരുളായ ശ്രീ കൈലാസനാഥന്റെ പാദകമലങ്ങൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചും അദ്ദേഹത്തിന്റെ ശക്തിയേറിയ തിരുനാമങ്ങൾ നാവിൽ കുടിയിരുത്തി ഭഗവാനോടുള്ള പ്രേമം വളർത്തലാണ് ഒരു മനുഷ്യജന്മത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് ചെറുപ്പത്തിൽ തന്നെ മാർക്കണ്ഡേയൻ മനസ്സിലാക്കി. തനിക്ക് 16 വയസ്സുവരെയാണ് ആയുസ്സ് ഉള്ളൂ എന്ന് അവനറിയില്ലായിരുന്നു. മൃഗണ്ടു മുനിയും ഭാര്യയും വ്യാകുലരായി. നമ്മുടെ മകന്റെ ആയുസ്സു 16 വയസ്സുവരെ മാത്രമേയുള്ളൂ എന്ന സത്യം അവരുടെ മനസ്സിനെ ഭേദിച്ചു. അവർ മകനെയോർത്തു ദിനവും സങ്കടപ്പെട്ടിരുന്നു. ദിനം തോറും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുള്ള ജീവിതമായിരുന്നു ആ മാതാപിതാക്കളും പിന്തുടരുന്നത്. അവരുടെ പ്രാർത്ഥനയും സങ്കടവും മാർക്കണ്ഡേയ കുമാരൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. മാർക്കണ്ഡേയൻ വളരുംതോറും അവന്റെ മാതാപിതാക്കൾക്ക് ദുഃഖം കൂടിവന്നു. അവന്റെ ആയുസ്സിനുവേണ്ടി പലവിധത്തിലും അവർ ഭഗവാനെ ഭജിച്ചുപോന്നു. എങ്കിലും തങ്ങളുടെ ദുഃഖകരണം പുത്രൻ അറിയാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചു. പലപ്പോഴും തന്റെ മകൻ അടുത്തു വരുമ്പോൾ ആ അമ്മയുടെ കണ്ണുനീർ ഒരു നദി പോലെ ഒഴുകുമായിരുന്നു. അതുപോലെ തന്നെ കാണുമ്പോഴെല്ലാം അമ്മ വല്ലാതെ കരയുന്നതിന് കാരണം എന്താണെന്ന് മാർക്കണ്ഡേയൻ ചിന്തിക്കാതിരുന്നില്ല. കാലം കുതിച്ചോടി. മാർക്കണ്ഡേയൻ വളർന്നു. അവന്റെ 16ാം ജന്മദിനമടുത്തു. അതേസമയം മൃഗണ്ടു മുനിയും ഭാര്യയും അതീവ ദുഃഖിതരായി. ഭാര്യ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മുടെ മകന്റെ ആയുസ്സ് 16 വയസ്സുവരെ മാത്രമേയുള്ളൂ. അവന് ഇട്ടിയില്ല. ഭഗവാനെ, ഞങ്ങളുടെ മകനെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അവരുടെ ആദി ദിനംപ്രതി വർദ്ധിച്ചുവന്നു. ഭഗവാനോടുള്ള പ്രാർത്ഥനയും അതേപോലെ മുറപോലെ നടന്നുവന്നു. അമ്മയുടെ ദുഃഖത്തിന് കാരണമറിയാൻ അവന്റെ മനസ്സു തുടിച്ചു. ഒരു ദിവസം അവൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ, അമ്മയുടെ വയറ്റിൽ 10 മാസം പല വിധത്തിലുള്ള വേദനകളും കഷ്ടപ്പാടുകളും സഹിച്ചു. അവസാനം ഒരു മനുഷ്യർക്കും സഹിക്കാൻ പറ്റാത്ത വേദനയോടെ അമ്മയെന്നെ നൊന്തു പ്രസവിച്ചു. ആ പ്രസവവേദന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവൻ പുത്രനല്ല. വളരെ വേദന അനുഭവിച്ച് എന്നെ പ്രസവിച്ചതിന് എനിക്ക് അമ്മയോടുള്ള കടപ്പാട് ഈ ജന്മാന്തരം കൊണ്ടു തീർക്കാൻ കഴിയാത്തതാണ്. ശിവലിംഗത്തിന് മുന്നിൽ മാർക്കണ്ഡേയൻ പ്രാർത്ഥിക്കുന്നു. അവൻ ഭഗവാനോടുള്ള ഭക്തിയിൽ മുഴുകിയിരുന്നു. അവന്റെ മനസ്സ് ശിവപാദകമലങ്ങളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്തു. അമ്മയുടെ ദുഃഖത്തിന് കാരണമറിയാൻ അവന്റെ മനസ്സു തുടിച്ചു. ഒരു ദിവസം അവൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ, അമ്മയുടെ വയറ്റിൽ 10 മാസം പല വിധത്തിലുള്ള വേദനകളും കഷ്ടപ്പാടുകളും സഹിച്ചു. അവസാനം ഒരു മനുഷ്യർക്കും സഹിക്കാൻ പറ്റാത്ത വേദനയോടെ അമ്മയെന്നെ നൊന്തു പ്രസവിച്ചു. ആ പ്രസവവേദന എന്താണെന്ന്
മനസ്സിലാക്കാൻ പറ്റാത്തവൻ, പുത്രനല്ല, വളരെ വേദന അനുഭവിച്ച് എന്നെ പ്രസവിച്ചതിന് എനിക്ക് അമ്മയോടുള്ള കടപ്പാട് ഈ ജന്മാന്തരം കൊണ്ടു തീർക്കാൻ കഴിയാത്തതാണ്. ശിവലിംഗത്തിന് മുന്നിൽ മാർക്കണ്ഡേയൻ പ്രാർത്ഥിക്കുന്നു. അവൻ ഭഗവാനോടുള്ള ഭക്തിയിൽ മുഴുകിയിരുന്നു. അവന്റെ മനസ്സ് ശിവപാദകമലങ്ങളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്തു. ഒരു സമുദ്രതീരത്തെത്തി അവിടെ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കി അതിനെ പൂജിക്കാൻ തുടങ്ങി. അനേകം നാൾ പൂജ ചെയ്തതിനു ശേഷം ശിവലിംഗത്തിന് മുന്നിലിരുന്ന് കഠിനമായ നിഷ്ഠയോടെ തപസ് തുടർന്നു. കാലം കടന്നുപോയി. മാർക്കണ്ഡേയന് 16 വയസ്സായി. മരണമുഹൂർത്തമടുത്തു. യമരാജന്റെ കൽപ്പന പ്രകാരം യമകിങ്കരന്മാർ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. കാലം കടന്നുപോയി. മാർക്കണ്ഡേയന് 16 വയസ്സായി. മരണമുഹൂർത്തമടുത്തു. യമരാജന്റെ കൽപ്പന പ്രകാരം യമകിങ്കരന്മാർ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. അവർ മാർക്കണ്ഡേയനോട് പറഞ്ഞു, മാർക്കണ്ഡേയ, നിനക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. യമദേവന്റെ ദൂതന്മാരായ ഞങ്ങളോട് നിന്നെ യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചിരിക്കുന്നു. കാലം അവസാനിച്ചാൽ ഏതൊരു ജീവിയും ഞങ്ങളുടെ കൽപ്പനയ്ക്ക് വിധേയരായി യമലോകത്തിലേക്ക് തന്നെ വരണം. അതിനാൽ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകുകയാണ്. ഇവരുടെ വാക്കുകൾ കേട്ടപ്പോൾ മാർക്കണ്ഡേയൻ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധി നശിച്ചിരിക്കുന്നുവോ? ഭഗവാനെ പൂജിക്കുന്നവരുടെ ജീവൻ എടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നറിയില്ലേ? അവരെ ഉപദ്രവിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത്. മാർക്കണ്ഡേയന്റെ വാക്കുകൾ കേട്ട യമകിങ്കരന്മാർ മടങ്ങിപ്പോയി യമരാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ശരി, നാം തന്നെ നേരിട്ടു പോകാം. പെട്ടെന്ന് തന്നെ യമരാജൻ മാർക്കണ്ഡേയന് മുന്നിലെത്തി. ഇതു കണ്ട മാർക്കണ്ഡേയൻ ഇരു കൈകൾ കൊണ്ട് ശിവലിംഗം മുറുകെ കെട്ടിപ്പിടിച്ചു. ഉറക്കെ ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ എന്ന് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു. ഇതു കണ്ട കാലന് ദേഷ്യം വന്നു. അദ്ദേഹം മാർക്കണ്ഡേയനോട് പറഞ്ഞു, മരണത്തെ തോൽപ്പിക്കാൻ നീയാര്? നിന്റെ തന്ത്രമൊന്നും എന്തെടുത്ത് നടക്കില്ല. മാർക്കണ്ഡേയൻ അതിന് മറുപടി പറയാതെ ശിവലിംഗം കെട്ടിപ്പിടിച്ചു നാമം ജപിച്ചുകൊണ്ടിരുന്നു. ഉടൻ തന്നെ യമരാജൻ തന്റെ കൈയിലെ മൃത്യുപാശത്തെ മാർക്കണ്ഡേയന്റെ നേർക്കെറിഞ്ഞു. മാർക്കണ്ഡേയൻ ഒരിക്കൽ കൂടി ശിവലിംഗം ചേർത്ത് മുറുക്കി പിടിച്ചു കിടന്നു. ഓം നമഃ ശിവായ ചൊല്ലി ഭഗവാനെ ഉറക്കെ വിളിച്ചു. യമൻ എറിഞ്ഞ കുരുക്ക് ശിവലിംഗത്തെയും കൂടികെട്ടി വരിയാൻ തുടങ്ങി. ശിവലിംഗത്തിൽ കെട്ട് മുറുകും തോറും കൈലാസത്തിൽ ഭഗവാന് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഭഗവാന്റെ കണ്ണുകൾ ചുവന്നു. പെട്ടെന്ന് തന്നെ ഭഗവാൻ മാർക്കണ്ഡേയൻ കെട്ടിപ്പിടിച്ച ശിവലിംഗത്തിലൂടെ പുറത്തുവന്നു. തന്നെ കെട്ടിപ്പിടിച്ച് തന്റെ നാമങ്ങൾ ജപിക്കുന്ന ഭക്തനെ കൊല്ലാൻ ശ്രമിക്കുന്ന കാലനെ കണ്ട് ഭഗവാന്റെ കോപമിരട്ടിച്ചു. ഭഗവാൻ തന്റെ മൂന്നാകണ്ണ് തുറന്നു. അതിൽ നിന്ന് വമിച്ച അഗ്നിയിൽ യമദേവൻ കത്തി ചാമ്പലായി പോയി. അന്നു മുതൽ ഭഗവാൻ ശിവന് മൃത്യുഞ്ജയൻ, കാലാകാലൻ എന്നിങ്ങനെ പേരുണ്ടായി. അതോടെ ഭഗവാന്റെ കോപം ഒരുവിധം കുറയുകയും ചെയ്തു. മാർക്കണ്ഡേയൻ ഭഗവാന്റെ കോപം കണ്ടു ഭയപരവശനായി അദ്ദേഹത്തിന്റെ കാൽക്കൽ പ്രണമിക്കുന്നു. ഭഗവാന്റെ കോപം ഇരട്ടിച്ചു. ഭഗവാൻ തന്റെ മൂന്നാകണ്ണ് തുറന്നു. അതിൽ നിന്ന് വമിച്ച അഗ്നിയിൽ യമദേവൻ കത്തി ചാമ്പലായി പോയി. അന്നു മുതൽ ഭഗവാൻ ശിവന് മൃത്യുഞ്ജയൻ, കാലാകാലൻ എന്നിങ്ങനെ പേരുണ്ടായി. ഭഗവാൻ മാർക്കണ്ഡേയനോട് പറഞ്ഞു, ഹേ ഭക്ത, നിന്റെ ഭക്തിയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതുകൊണ്ട് നിനക്കിനി എന്നും 16 വയസ്സായിരിക്കും. ഇനി ഒരിക്കലും നിനക്ക് മരണമുണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞനുഗ്രഹിച്ചു ഭഗവാൻ മറഞ്ഞു. ഭഗവാന്റെ ക്രോധാഗ്നിയിൽ ദഹിച്ചു പോയതോടെ ലോകത്ത് ജീവജാലങ്ങൾക്ക് മരണം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായി. പിന്നീട് ഭഗവാന്റെ അനുഗ്രഹത്തോടെ യമദേവൻ വീണ്ടും ജനിച്ചപ്പോൾ പിന്നെ ഭഗവാനെ സേവിക്കുന്നവരെയും ഭഗവാന്റെ നാമങ്ങൾ നിത്യവും ജപിക്കുന്നവരെയും ഭഗവാന് വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ലെന്ന് തന്റെ ദൂതന്മാരോട് പറഞ്ഞുകൊടുത്തു. മാർക്കണ്ഡേയൻ കുമാരൻ ഭഗവാനെ വണങ്ങി. മഹാദേവൻ അപ്രത്യക്ഷനായി. ഇനിയും മറ്റൊരു ഐതിഹ്യ കഥയുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.